ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഭാഗത്ത് പുല്ല് വെക്കാനുള്ള 100-170 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ പുല്ല് വെക്കാനായിട്ട് വന്നതാണ്. അപ്പം മുറ്റമൊക്കെ നല്ല ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ടേക്കുവാണ്. അവിടെ സൈഡിലൊരു ഫ്ലാറ്റുണ്ട്. ആ ഫ്ലാറ്റിലോട്ട് അടുക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാക്ക് വിരിച്ച്. അപ്പോൾ അതാകുമ്പോഴത്തേനും നമുക്ക് പിന്നെ അവിടുന്ന് പറക്കി എടുക്കാൻ എളുപ്പമുണ്ട്. പിന്നെ സൈഡിലൊക്കെ ഇൻ്റർലോക്ക് ആയതുകൊണ്ട് അത് പാടില്ല, അവിടെ കഴുക്കാവും. അപ്പോൾ ഇതാകുമ്പോഴത്തേനും ഒന്ന് ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട്. പുല്ല് വിരിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിയിൽ കരിയില, ചപ്പ്, ചവറ് സാധനങ്ങളൊന്നും കിടക്കാൻ പാടില്ല. ഇത് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിന് ചെതൽ കയറും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കിഴങ്ങൈറ്റങ്ങൾ അങ്ങനെയൊക്കെ കിളിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വല്ല മുത്തങ്ങ, പിന്നെ അതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പെട്ടെന്ന് കിളിക്കുന്ന നല്ല ഗ്രോത്തായിട്ട് കിളിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കിളച്ച് അതിൻ്റെ കിഴങ്ങോടെ കൂടി നമ്മളെടുത്ത് കളയണം. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പുല്ലിൻ്റെ ഇടയ്ക്കൂടെ അത് കിളിച്ച് കയറി വരും. പിന്നെ അത് കളവായിട്ട് എനിക്ക് അത് എത്ര പറിച്ചാലും പോകത്തില്ല. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ മണ്ണിൻ്റെ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അറുവാനിക്കകത്തപ്പുറത്തുനിന്ന് ബൈക്കിൽ നിന്ന് ഒരു തെങ്ങും തടം ഞങ്ങൾ തന്നെ എടുത്തു. അപ്പം അവിടെ തെങ്ങിന് തടവാവും, അപ്പം മണ്ണുമാവും എന്നുള്ളത് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കുറച്ച് മണ്ണെടുത്ത് അവിടെ കൊണ്ടിട്ട് സ്ലോപ്പ് ചെയ്യണം. കാരണം താന്ന് കിടക്കുന്ന ഭാഗമായതുകൊണ്ട്. അപ്പം ഇവിടുത്തെ സാറിനോട് നമ്മൾ പറഞ്ഞു, വീട്ടുകാരോട് നമ്മൾ പറഞ്ഞതാണ് ഒരു ഇച്ചിരി പൊക്കി ചെയ്താലേ കൊള്ളായിരുന്നു. പക്ഷേ അവർക്ക് ഇങ്ങനെയാണെന്ന് ചെയ്താൽ മതി എന്നാണ് അവർ പറയുന്നത്. വെള്ളം അങ്ങോട്ട് ഒഴുകി പോകും, കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതങ്ങനെ തന്നെ ലെവൽ ചെയ്യുകയാണ്. ലെവൽ ചെയ്ത് താഴെ സൈഡിലോട്ട് നമ്മൾ ചെറിയ സ്ലോപ്പൊക്കെ ഇട്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന് അവർ പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുകയാണ്. അപ്പം പിന്നെ അത് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വളം ഇതിന് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെതൽ കയറാതിരിക്കാനുള്ള കീടനാശിനി നമുക്ക് അടിക്കണം, മരുന്നടിക്കണം. പിന്നെ നമുക്ക് വേപ്പും പിണ്ണാക്ക് നമ്മൾ സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ട്. നമുക്ക് കൂട്ടുവളമാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. മീൽ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുവളമാണ്. അപ്പം നല്ല വളമാണത്. പക്ഷേ നമുക്ക് ഇതിവിടെ ആണെങ്കിൽ ഈ വിരക്കുത്തും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആദ്യത്തിലുണ്ട്. അപ്പം എല്ലാം ഈ ചേറിൻ്റെ ഒരു അംശം ഉണ്ടായതുകൊണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ വേപ്പും പിണ്ണാക്ക് എക്സ്ട്രാ ആദ്യത്തിൽ അഡീഷണലായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. ഈ വേപ്പും പിണ്ണാക്ക് കൂടെ ചേർത്ത് നമ്മൾ നല്ലതിൽ മണ്ണിനോട് നമുക്കിങ്ങനെ വാരി ചേറിയിടണം. വാരി നല്ല അടിപൊളിയായിട്ട് ചേറി ഇങ്ങനെ ഒരുപാട് ചേറിയിടണം. മണ്ണ് പോലെ നമുക്ക് തോന്നിക്കണം. അപ്പോൾ ഇത്രയും ഭാഗത്തേക്ക് ഞങ്ങളൊരു 200 സ്ക്വയർ ഫീറ്റിനകത്തുണ്ട് ഇവിടെ. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ 5 കിലോ വേപ്പും പിണ്ണാക്കും 10 കിലോ മറ്റേ ഈ കൂട്ടുവളമാണ് മേടിച്ചേക്കുന്നത്. മീൽ എന്ന് പറഞ്ഞൊരു കൂട്ടുവളമുണ്ട്. അപ്പോൾ അതിനകത്തുണ്ട് ഈ വേപ്പും പിണ്ണാക്ക് അതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഇച്ചിരി കൂടുതലായിട്ട് വേണ്ടിയുണ്ട്. കാരണം പിന്നെ നമുക്ക് വേപ്പും പിണ്ണാക്ക് ഷീറ്റ് വീതിന് ശേഷം ഇടാൻ പറ്റത്തില്ല. പിന്നെ മണ്ടയ്ക്കൂടെ നമുക്ക് വളം കൊടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അടിയിൽ ഇച്ചിരി കൂടുതൽ കൊടുത്ത് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അടി നമ്മൾ കൊടുക്കുമ്പോഴത്തേന് ഇത് വളം ഇട്ടതിന് ശേഷം നമ്മൾ ഈ പല്ലി ഉപയോഗിച്ച് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കിളയ്ക്കണം, മിക്സ് ചെയ്യണം. അതിനപ്പുറത്ത് 2 പേര് നമ്മളെ ഈ സ്ലോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഭാഗത്തായിട്ട് നമ്മൾ അവിടെ ഒരു ഹോൾ ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഗിൽറ്റി ഉപയോഗിച്ച് അവിടെ പൊട്ടിച്ച് അവിടെ താത്ത് ഒരു ഹോൾ ഇടേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഹോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാം നമുക്ക് ഇന്നൊരു ദിവസം കൊണ്ട് നമുക്കിത് പുല്ലും വെച്ച് റെഡിയാക്കി നനച്ചിട്ടിട്ട് വേണം പോകാൻ. എന്നിട്ട് നമ്മൾ വളം ഇട്ടതിന് ശേഷം നമ്മൾ ഈ നല്ലോണം നനച്ച് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം നമ്മൾ മണ്ണ് നനച്ച് കൊടുക്കണം. കുഴഞ്ഞു പോകരുത്. എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് നല്ല രീതിയിലൊന്ന് ഈ വളമെല്ലാം ഒന്ന് നനഞ്ഞ് കുതിരണം. ഈ മണ്ണുമായിട്ടൊന്ന് ഇതാവണം. അപ്പം അങ്ങനെ മൊത്തത്തിലൊന്ന് ഈ വളം മണ്ണോടെ മിക്സ് ചെയ്തതിന് ശേഷം അടിപൊളിയായിട്ട് നമ്മൾ പല്ലി ഉപയോഗിച്ചാണ് മിക്സ് ചെയ്തത്. പല്ലി ഉപയോഗിച്ച് നമ്മൾ വളം ചെറുതായിട്ട് ചെറുതായിട്ട് കിളയ്ക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മിക്സ് ചെയ്തേ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ ചെതൽ കയറാതിരിക്കാനുള്ള നമ്മൾ മരുന്നുണ്ട്. അപ്പോൾ ആ മരുന്നും നമുക്ക് ഇതിനകത്ത് ഒഴിക്കണം. ചെതൽ കയറാതിരിക്കാനുള്ള ഒരു കെമിക്കലാണ്. അപ്പോൾ ആ കെമിക്കൽ നമ്മൾ ബക്കറ്റിലൊഴിച്ച് കലക്കി നമ്മൾ സ്പ്രെയറുണ്ട്. ആ സ്പ്രെയർ വെച്ചിട്ട് അടിക്കാനാണ്. മൊത്തം സ്പ്രെയർ വെച്ച് നല്ലതില്ല, അല്ലെന്നുണ്ടെങ്കിൽ കോരി ഒഴിച്ചാൽ എല്ലായിടും ആകത്തില്ല. അപ്പോൾ നമ്മൾ സ്പ്രെയർ വെച്ചിട്ട് നമ്മൾ മൊത്തത്തിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടും ആവും, കറക്റ്റായിട്ടാവും. അപ്പം ചെതലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ചത്തു പോയില്ലെന്നുണ്ടെങ്കിൽ ചെതൽ കയറാതിരിക്കും. സ്മെല്ലോടെ ഇത് ഷീറ്റോടെ വിരിച്ച് കഴിയുമ്പോഴത്തേന് ഈ അടിയിൽ ഭയങ്കര സ്മെല്ലായിരിക്കും, അവർക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി വരെ ചെതലിനെ നമുക്ക് വരാതിരിക്കാൻ സാധിക്കും ഈ മരുന്നടിച്ച് കഴിഞ്ഞാൽ. ഇത് വെള്ളമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേനും ഇത് പാല് പോലിരിക്കും. ഇപ്പോൾ ഒരു 10-ൻ്റെ ബക്കറ്റാണ് എടുത്തത്. അതിനകത്ത് നിന്ന് ഞങ്ങൾക്ക് മറ്റേ 100 ml അത് ഞാനൊരു 70 ml എടുത്തിട്ടുള്ളൂ. അത് നമ്മളെടുത്തിട്ട് നമ്മളിത് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട്
നമ്മൾ ചെറിയ സ്പ്രെയറാണ് കയ്യിരിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനൊക്കെ ഇതുണ്ടല്ലോ. അപ്പം അങ്ങനെ ചെറുതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എല്ലായിടവും കറക്റ്റായിട്ട് ഈ ഗ്യാപ്പില്ലാതെ എല്ലായിടും അടിച്ചു കൊടുക്കണം. എല്ലാം മണ്ണിനകത്തെല്ലാം നല്ല രീതിയിൽ പിടിക്കണം. എന്നിട്ട് നമ്മൾ പുല്ല് നല്ലോണം വെച്ച് കൊടുക്കണം. പുല്ല് നമ്മൾ ഷീറ്റ് വിരിക്കുമ്പോഴത്തേന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റ് തിരിച്ചിട്ടിട്ട് നമ്മളൊരു ചാക്കിനകത്ത് തിരിച്ചിട്ടേം വെച്ച് നമ്മൾ സ്പ്രെയർ വെച്ചിട്ട് മറ്റേ ചെതലിൻ്റെ മരുന്ന് അടിച്ചു കൊടുക്കും. ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതിയാവും, ഒത്തിരി കട്ടിക്ക് അടിക്കരുത്, ചെറുതായിട്ടൊന്ന് അടിക്കുക. എന്നിട്ട് ചിലതിനകത്തൊക്കെ ഈ ഇത് കാണും, ചെതലിൻ്റെ ഒരു ഇത് കാണും, ഒരു മുട്ട അല്ലെങ്കിൽ അതിൻ്റെ അംശങ്ങൾ ജീവികളൊക്കെ കാണും. അതുണ്ടെങ്കിൽ അങ്ങ് നശിച്ചു പോയിക്കോളും. നമ്മൾ വേറെ ജീവികളും പ്രാണികളും ഒക്കെ ഈ പുല്ലിനെ നശിപ്പിക്കാനായിട്ടുള്ള ചെറിയ ജീവികളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് നശിച്ചു പോയിക്കോളും. അപ്പോൾ ഞങ്ങൾ പുല്ലിടുമ്പോഴത്തേന് നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് പുല്ലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കിളിച്ച് വരും. അപ്പം ആദ്യം നമ്മളടി വളമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെറ്റായിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പുല്ല് മൊത്തം മേലോട്ട് കിളിച്ച് തുടങ്ങും. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് എല്ലാം മാറ്റമൊക്കെ വിരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് ഒരു ഗുരുമന്ദിരത്തിൽ കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ വിളിച്ചു, കഞ്ഞിയും വസ്ത്രവും കറിയും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വന്ന് പുല്ല് വിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുല്ല് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കഞ്ഞിയൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറി ഞങ്ങളിങ്ങനെ പുല്ല് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് ഞായറാഴ്ചയും കൂടെയാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് പണി തീർത്താൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ പോകാം എന്ന് എഴുതിയിട്ട് ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് റെസ്റ്റില്ല, ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്നില്ല, ഞങ്ങളങ്ങ് പണിയാണെന്ന് പറഞ്ഞിട്ട്, കുറച്ചല്ലേ ഉള്ളൂ പണിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ പുല്ല് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുല്ല് വിരിച്ച് തീരാറായി. അപ്പം ഈ പുല്ല് വിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ ജോയിൻറ്റ് കൃത്യമായിട്ട് നമ്മൾ ഈ മണ്ണ് തെളിഞ്ഞിരിക്കാതെ ജോയിൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ജോയിൻറ്റ് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചതുരത്തി കാണാൻ പറ്റും. അത് ഇടുമ്പോൾ നമുക്ക് അന്നേരം ഒരു ഇത് കാണാൻ പറ്റും, പക്ഷേ ഇത് കിളിച്ച് വരുമ്പോൾ അത് അങ്ങനെ കാണാൻ പറ്റരുത്, അതിൻ്റെ ഒരു എഡ്ജ് കാണാൻ പറ്റരുത്, എല്ലാം ഒരേപോലെ നിൽക്കണം. പിന്നെ ഫസ്റ്റ് ട്രിമ്മിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് മാറത്തുള്ളൂ, കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ മാറത്തുള്ളൂ. ഇതിൻ്റെ ഇത് കിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതിൻ്റെ വളത്തിൻ്റെ അനുസരിച്ച് വിടാം. വളം കൃത്യമായിട്ട് അടിയിൽ ഒരേപോലെ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വളം കൂടുതൽ കിട്ടുന്ന ഭാഗം നല്ല പച്ചപ്പായിട്ട് കിളിക്കും, വളം കുറഞ്ഞ് കിട്ടുന്ന ഭാഗം വലുതായിട്ട് കിളിക്കത്തില്ല. അപ്പം ഈ പല വേരിയേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ട്രിം ചെയ്യാനും നമുക്ക് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരേപോലെ വളം അടി കൊടുത്തെങ്കിൽ മാത്രമേ ഒരേപോലെ. അതുപോലെ ഈ ചാണകപ്പൊടി ഉപയോഗിക്കരുത്. കാരണം ചാണകപ്പൊടി ഉപയോഗിച്ചാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം ചെതല് പിടിക്കും, രണ്ടാമത്തെ കാര്യം ചാണകത്തിൻ്റെ ഈ ഉണ്ടയായിട്ടൊക്കെ കിടക്കുമല്ലോ, അപ്പം ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ വളം എടുക്കും. ഈ ഒത്തിരി കിടക്കുന്ന ഭാഗത്ത്, ഈ ഉണ്ടയായിട്ടൊക്കെ കിടക്കുന്ന അത്രയും ഭാഗത്ത് റൗണ്ടിലും അല്ല അങ്ങനെയൊക്കെ കിടക്കുമല്ലോ, അപ്പം അത്രയും ഭാഗത്ത് ഈ പുല്ല് വളം ഒരുപാട് എടുക്കും. ബാക്കിയുള്ള ഭാഗത്ത് വളം കുറവായിരിക്കും. അപ്പം കുറച്ച് ഭാഗത്ത് നല്ല തിക്കായിട്ട് കിളിക്കും, കുറച്ച് ഭാഗത്ത് അത് അടുക്കടുക്കായിരിക്കും. അപ്പോൾ കാണുമ്പോൾ തന്നെ വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിവതും ഈ ചാണകപ്പൊടി ഉപയോഗിക്കാതിരിക്കുക. അല്ല, ചാണകപ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ല പൊടിഞ്ഞതായിരിക്കണം, നല്ലോണം പൊടി പോലെ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ ഉണ്ട കുത്തി കിടക്കുന്നതൊക്കെ ഒന്നും ഉപയോഗിക്കരുത്. അങ്ങനെ ഞങ്ങൾ ഷീറ്റൊക്കെ ഇട്ട് തീരാറായി. ഇനി കുറച്ച് ഭാഗങ്ങളായി ഹോളിൻ്റെ ആ ഭാഗമൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് ഷീറ്റ് കഷ്ടിച്ച് ഉള്ളതേ ഉള്ളൂ. അപ്പോൾ ചെറിയ പീസ് പോലും ഞങ്ങൾക്ക് കളയുന്നില്ല. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് കിട്ടിയത് അത്രയും പീസാണ്. അപ്പം ഇതൊരു നിള ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു അവരാണ് നമുക്ക് ഇത് ഷീറ്റൊക്കെ എത്തിച്ചു തന്നത്. അപ്പോൾ നമ്മൾ സൈറ്റ് പറഞ്ഞു കൊടുത്താൽ നമ്മളെ സൈറ്റിൽ സാധനം എത്തിച്ചു കൊടുക്കും. സാധനം എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അവർ എത്തിച്ചു തരും. പിന്നെ അവർ ബൾക്കായിട്ട് തമിഴ്നാട്ടിൽ നിന്നും മറ്റേ ഗ്രാഫ്റ്റിങ്ങും മറ്റേ ബഡ്ഡിങ്ങും ഒക്കെ നടക്കുന്ന ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് തന്നെയാണ് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കോസ്റ്റ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ചൊക്കെയാണ് കൊടുക്കുന്നത്. നമുക്ക് അത്യാവശ്യം മറ്റുള്ള ഗാർഡൻസിനെക്കാട്ടിച്ച് കുറച്ച് നമുക്ക് അവർ തരുന്നുണ്ട് നമുക്ക് ചെടികളൊക്കെ. ചെടികളായാലും പുല്ലായാലും എല്ലാം തരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ബൾക്കായിട്ട് എടുത്തുകൊണ്ട് വരുന്നു. പിന്നെ അത് അവർക്ക് ഇതിൻ്റെ എന്തോ പ്രൊഡക്ഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ തമിഴ്നാട്ടിൽ നിന്നോ എങ്ങോട്ടൊന്നൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എന്തുവായാലും ചെടിയൊക്കെ വില കുറവാണ്. നമ്മളതുകൊണ്ട് അവിടുന്ന് പറയുന്ന മേടിക്കുന്നത്. നമുക്ക് പുല്ലിനത് ചെറിയ പീസ് പോലും കളയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ പീസാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ജോയിൻ്റ് ചെയ്ത് പിടിപ്പിച്ച് നട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് കറക്റ്റായിട്ട് ഒരേപോലെ അങ്ങ് പിടിച്ചോളും. അതുകൊണ്ട് നമുക്കിതിനകത്ത് ചെറിയൊരു പീസ് പോലും നമുക്ക് കളയാനില്ല, എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്കിവിടെ ഒരു ചെറിയ വളവ് പോലുണ്ട്. അപ്പോൾ ആ വളമൊക്കെ അതേപോലെ തന്നെ വെട്ടിയെടുത്ത് ചെറിയ പീസൊക്കെ ഇട്ട് സെറ്റാക്കി അങ്ങനെ നമ്മുടെ പുല്ല് വിരിപ്പ് കഴിഞ്ഞു. ഇനി എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് വെച്ച് വെയിറ്റ് കൊടുക്കണ്ട നമ്മൾ വെള്ളം തെളിക്കുക.
കാരണം നമ്മൾ ഇതിന് ഇച്ചിരി വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റായിട്ട് കിടന്ന ഈ താപ്പോട്ട് നല്ല പിടുത്തമായിട്ട് കിടക്കണം, വെയിലൊക്കെ അടിച്ച് തിരിച്ച് പൊങ്ങരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലതിൽ വെള്ളം നനച്ച് കൊടുക്കണം. ഞങ്ങൾ 2 ഓസ് ഉപയോഗിച്ചിട്ട് നല്ലതിൽ, പിന്നെ കുറച്ച് ചെളി ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ പോകത്തുള്ളൂ. പക്ഷെ എന്നാലും ആ മണ്ണല്ലേ, അത് ആ പുല്ലിനകത്ത് പിടിച്ചിരിക്കും, അത് വലുതായിട്ട് പോകത്തില്ല. അത് 2 ദിവസം കഴിയുമ്പോഴത്തേന് 2-3 ട്രിപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേന് സംഗതി സെറ്റാവും. അങ്ങനെ വെള്ളം ഒഴിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കണ്ട ശ്രദ്ധിച്ചൊരു ഗേറ്റ് നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് നമ്മളെല്ലാം ശ്രദ്ധിക്കുക. ആ ഗേറ്റ് ചെയ്തേക്കുന്നുണ്ടോ സെറ്റാണ്, മറ്റേ മോട്ടർ വെച്ചിട്ടാണ്, സെൻസറൊക്കെയാണ്. ആ മേളിൽ 2 സിംഹമൊക്കെ ഉണ്ട്, സെറ്റാണ്. പിന്നെ അതിനിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റാണ്ട് അപ്പുറത്ത് നമുക്കൊരു ചെറിയൊരു ഗാർഡൻ്റെ ചെറിയൊരു വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തോ ഒരു ചെറിയ വെള്ളച്ചാട്ടവും ഒക്കെ ചെയ്യണമെന്നൊക്കെ നമ്മളോട് പറഞ്ഞു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നപ്പോഴേ കണ്ട പഴയൊരു വണ്ടി ഇവിടെ ഇരിക്കുന്നത് നമ്മളുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ എന്തോ ഒരു അത്ഭുതം തോന്നി. കാരണം ഇതൊക്കെ ഇവിടുത്തെ സാറ് പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനമായിരുന്നു തോന്നി. അത് പുള്ളി ഒരു ഓർമ്മയ്ക്ക് ഇങ്ങനെ വെച്ചേക്കുക, കൊള്ളാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തോ ചെയ്യണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എന്തുവരും നമ്മളിങ്ങനെ വെള്ളം വെച്ചിട്ടിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.